എല്ലാവർക്കും നമസ്കാരം. കെയ്റോയിലെ അറബ് ലീഗിന്റെ ഉച്ചകോടി സമ്മേളനം അവസാനിച്ചിരിക്കുന്നു. ചില നിർണായക തീരുമാനങ്ങളുമായി അറബ് രാജ്യങ്ങൾ അവരവരുടെ ദേശത്തേക്ക് നേതാക്കൾ മടങ്ങിപ്പോയിരിക്കുന്നു. അവർ കെയ്റോയിൽ ഒത്തുകൂടിയതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഗാസയിൽ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഗാസ റീകൺസ്ട്രക്ഷൻ പദ്ധതിയെ, അതായത് ഗാസയെ ഒരു സ്വർഗരാജ്യമാക്കി പർദീസയാക്കി മാറ്റും എന്ന ഒരു പ്രപ്പോസൽ, അതിന് ബദലായി വയബിൾ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് ഈ രാജ്യങ്ങൾ ഒത്തുകൂടിയത്. പ്രധാനമായും ഇനിഷ്യേറ്റീവ് എടുത്തത് ആതിഥേയ രാജ്യമായ ഈജിപ്റ്റാണ്. പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് അൽ സിസിയും കൂട്ടരും എല്ലാം ചേർന്ന് മുന്നോട്ട് കൊണ്ടുവന്ന ഈജിപ്തിന്റെ ഒരു പദ്ധതി. ആ ഈജിപ്തിന്റെ പദ്ധതിയാണ് വിശദമായി അറബ് ലീഗ് സംസാരിച്ചത്. ഇവിടെ ആ പദ്ധതിയെക്കുറിച്ച് വരുന്നതിന് മുമ്പേ അറബ് ലീഗിന്റെ മീറ്റിംഗിന്റെ ഒരു ഡൈനമിക്സും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അറബ് ലീഗിലെ പ്രധാനപ്പെട്ട 22 രാജ്യങ്ങളാണ് അവിടെ പങ്കെടുത്തത്. അതിൽ പ്രധാനപ്പെട്ട 2 രാജ്യങ്ങൾ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും സൗദി അറേബ്യയും അവരുടെ ഭരണത്തലവന്മാരെ അറബ് ലീഗ് സമ്മേളനത്തിന് അയച്ചില്ല എന്നത് പ്രത്യേകമായി നോക്കിക്കാണേണ്ടതാണ്. എത്രത്തോളം ഈജിപ്തിനെ അവർ വിശ്വസിക്കുന്നു, ഈജിപ്റ്റ് കൊണ്ടുവരുന്ന ഒരു പ്രപ്പോസൽ ഏത് രൂപത്തിൽ ഉൾക്കൊള്ളുന്നു എന്നതിനെ കുറിച്ചുള്ള ചെറിയ സംശയം അക്കൂട്ടത്തിൽ വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല, പല രാജ്യങ്ങളും ഹെഡ് ഓഫ് ദ സ്റ്റേറ്റിനെ വിട്ടില്ല എന്നതും പ്രത്യേകതയാണ്. എന്നിരുന്നാലും വളരെ ആഴത്തിലുള്ള ചർച്ചകൾ ഉണ്ടായി. പ്രധാനമായി ഈജിപ്റ്റ് പറഞ്ഞ ഒരു കാര്യം അവിടെ തത്വത്തിൽ അംഗീകരിക്കപ്പെട്ടു. $56 ബില്യൺ, അത്രയും തുകയാണ് ഉടനടി കണ്ടെത്തേണ്ടത്. അതിന് ഡോണേഴ്സിന് സഹായം വേണം. ഘട്ടം ഘട്ടമായി വേണ്ട തുകകളെ കുറിച്ചാണ് ആദ്യം ധാരണയായത്. അമേരിക്കയുടെ പണം ഒരു പൈസ പോലും സ്വീകരിക്കേണ്ടതില്ല. എന്നാൽ അറബ് രാജ്യങ്ങൾ റിസോഴ്സസ് പൂളപ്പ് ചെയ്യണം. അറബ് രാജ്യങ്ങൾക്ക് പുറമേ പണം കണ്ടെത്താനാവുമെങ്കിൽ അതും ഉണ്ടാകണം. 2 പേരുടെ സാന്നിധ്യം വളരെ പ്രത്യേകത ഉള്ളതാണ്. യൂറോപ്യൻ റെപ്രസെന്റേറ്റീവ് സാന്നിധ്യവും അതുപോലെ യുണൈറ്റഡ് നേഷൻസിന്റെ സെക്രട്ടറി ജനറലിന്റെ സാന്നിധ്യവും വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. അതേസമയം ചൈനീസ് പ്രസിഡന്റോ അമേരിക്കൻ പ്രസിഡന്റോ ദൂതന്മാരെ അയച്ചില്ല, അവരെ ക്ഷണിച്ചിട്ടുമില്ല. അതുകൊണ്ട് അമേരിക്കൻ പ്രപ്പോസലിന് ബദലായി വയബിൾ ഓൾട്ടർനേറ്റീവ് എന്ന നിലയിൽ അമേരിക്കയെ പരമാവധി മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ അറബ് രാജ്യങ്ങൾക്ക് ഇത് കൈകാര്യം ചെയ്യാവുന്ന ഒരു മേഖല എന്ന നിലയിലാണ്. അപ്പൊ പണത്തിന്റെ കാര്യം 1. 2, ഭാവി അഡ്മിനിസ്ട്രേഷൻ. ഒരുപാട് കൂലങ്കഷമായ ചർച്ചകൾ അവിടെ നടന്നു. ഫ്യൂച്ചർ അഡ്മിനിസ്ട്രേഷൻ, ഇതാണ് കീറാമുട്ടി. അവിടെ ഹമാസിനെ ഏത് രൂപത്തിൽ ഉൾക്കൊള്ളും, ഹമാസ് ഉൾപ്പെടുന്ന ഒരു ഭാവി ഭരണ സംവിധാനം അമേരിക്കയാകട്ടെ ഇസ്രയേലാകട്ടെ അംഗീകരിക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്ന പ്രായോഗികമായ തിരിച്ചറിവ്. എന്നാൽ ഹമാസിനെ പൂർണ്ണമായി ഒഴിവാക്കുന്നതിനെ കുറിച്ച് നിർദ്ദേശങ്ങളും ഉണ്ടായിട്ടില്ല. അതൊന്ന്. അപ്പൊ അങ്ങനെയെങ്കിൽ നിർദ്ദേശം വന്നത് ഇങ്ങനെയാണ്, ഇത് അഡോപ്റ്റ് ചെയ്യപ്പെട്ടത് ഇങ്ങനെയാണ്. ടെക്നോക്രാറ്റുകളുടെ, പ്രൊഫഷണലുകളുടെ, അതും ഗാസ സ്വദേശികളായ പ്രൊഫഷണലുകളുടെ ഒരു സംഘം അറബ് മോണിറ്ററിംഗിൽ, പ്രത്യേകിച്ച് വെസ്റ്റ് ബാങ്കും ഗാസയിലെയും ഉള്ള അറബി നേതാക്കളുടെ ഒക്കെ ഒരു മോണിറ്ററിംഗിൽ ആണ് ഒരു താൽക്കാലിക സംവിധാനം, ഒരു ഭരണകൂടം എന്ന് പറയാനാവില്ല എങ്കിലും താൽക്കാലിക ഇടക്കാല അറേഞ്ച്മെന്റ് ഉണ്ടാവണം. അത് താൽക്കാലികം മാത്രമാണ്, 6 മാസത്തേക്കുള്ള ഒരു സംവിധാനമാണ്. അതുകൊണ്ട് പലസ്തീനിയൻ അതോറിറ്റിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ മഹ്മൂദ് അബ്ബാസ്, അദ്ദേഹമാണല്ലോ ഗാസ വെസ്റ്റ് ബാങ്കിന്റെ ഭരണാധികാരി. പലസ്തീനിയൻ അതോറിറ്റി എന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്കിൽ മാത്രമുള്ളതാണ്. ആദ്യം ഒറിജിനലി നിലവിൽ വന്നപ്പോൾ ഗാസയ്ക്കും വെസ്റ്റ് ബാങ്കിനും കൂടെ ചേർത്ത ആകെ പലസ്തീനിയൻ അതോറിറ്റിയാണ് വിഭാവനം ചെയ്തതെങ്കിലും പിന്നീട് 2006 തെരഞ്ഞെടുപ്പിന് ശേഷം ഹമാസ് ഗാസ പിടിച്ചതിന് ശേഷം 2007 മുതലെങ്കിലും പൂർണ്ണമായി ഗാസയുടെ നിയന്ത്രണം ഹമാസിന് മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഹമാസിന് പ്രാതിനിധ്യം ഇല്ലാത്ത ഒരു സംവിധാനത്തോട് പൊരുത്തപ്പെടാൻ ഹമാസിനാവുമോ? ഹമാസിന്റെ പ്രതിനിധികൾ പറഞ്ഞത് ആകാം, പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൊണ്ടുവരുന്ന നിരായുധീകരണ പ്രപ്പോസൽ സ്വീകാര്യമല്ല. ആ ഒരു ഡീമിലിറ്ററൈസേഷൻ ഓഫ് ഗാസ ഇൻക്ലൂഡിങ് ടേക്കിംഗ് അവേ വെപ്പൺസ് ഫ്രം ഹമാസ്, അപ്പൊ ഹമാസിന്റെ കൈവശമുള്ള വിനാശകാരികളായ ആയുധങ്ങൾ നിർവീര്യമാക്കാനുള്ള പ്രപ്പോസൽ, അത് സ്വീകാര്യമല്ല എന്ന് പറയുന്നു. ഹമാസ് എന്നത് ഒരേ സമയം തന്നെ ഒരു പൊളിറ്റിക്കൽ യൂണിറ്റ് ആണ്, ഐഡിയോളജിക്കൽ കൺവിക്ഷൻസ് ഉള്ള ഒരു വിഭാഗം ആളുകളാണ്. അവരുടെ രീതികൾ ഒരുപക്ഷെ തീവ്ര സ്വഭാവമുള്ള, ആക്രമണമുള്ള രീതികളാണ്. അതേസമയം തന്നെ അവര് പലസ്തീൻ്റെ അല്ലെങ്കിൽ ഗാസയുടെ ഭരണകൂടവുമാണ്. അപ്പൊ ഭരണകൂടം എന്ന നിലയിൽ
തൽക്കാലം മാറി നിൽക്കാൻ തയ്യാറാണ്. ഒരുപക്ഷെ ഫ്യൂച്ചർ അഡ്മിനിസ്ട്രേഷനിൽ ഒരു ഗ്രാൻഡ് കൊയലീഷൻ, ഒരു മുന്നണി സംവിധാനം വരുമ്പോൾ അതിൽ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ആളുകളും ഒരുപക്ഷെ പ്രതിനിധീകരിക്കപ്പെട്ടാക്കാം. ആ ഓപ്ഷൻ അവിടെ ഓപ്പണായി കിടക്കുന്നു. എന്നാൽ നേരിട്ട് ഡീമിലിറ്ററൈസേഷൻ എന്നത് നടക്കുന്ന കാര്യമല്ല. സുരക്ഷാ സംവിധാനത്തിന് പ്രത്യേക സംവിധാനം ഉണ്ടാവണം എന്ന നിർദ്ദേശവും അവിടെ പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടില്ല. അതിനർത്ഥം അത് അർത്ഥ ഉക്തിയിൽ നിർത്തിയിരിക്കുകയാണ്. കാറ്റഗോറിക് തീരുമാനങ്ങൾ ഉണ്ടായില്ല എന്നതാണ് പ്രത്യേകത. ഇനി ഈ പ്രപ്പോസൽ ഇസ്രായേൽ അംഗീകരിക്കാൻ സാധ്യതയുണ്ടോ? ഒരു അന്വേഷണമാണ്. സാധ്യത വളരെ കുറവാണ്. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായും ഒരു മെല്ലപ്പോക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ തന്നെ രണ്ടാം ഘട്ട വെടിനിർത്തൽ സംഭവിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കഴിഞ്ഞ ശനിയാഴ്ച തുടങ്ങേണ്ട രണ്ടാം ഘട്ട വെടിനിർത്തൽ തുടങ്ങിയിട്ടില്ല. അതിനുള്ള ചർച്ചകൾ എങ്ങും എത്തിയിട്ടില്ല. ഇപ്പോൾ പറയുന്നത് ഹമാസിന്റെ കൈവശമുള്ള ഗസയിലുള്ള 56ഓളം ബന്ദികൾ, അതിൽ 25ഓളം പേരാണ് ജീവനോടെ ഉണ്ടാകാൻ സാധ്യത. ഡെഡ് ബോഡീസ് ആൻഡ് ഓൾസോ എലൈവ് പീപ്പിൾ, ഇവരെല്ലാം തന്നെ ഒറ്റയടിക്ക് കൈമാറിയാൽ രണ്ടാം ഘട്ട വെടിനിർത്തലിന് ഞങ്ങൾ അനുവദിക്കാം എന്നാണ് ഇസ്രയേലിന്റെ ഇപ്പോഴത്തെ നിലപാട്. മാത്രമല്ല, ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കസേര പൂർണ്ണമായി സുരക്ഷിതമല്ല. ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ അടങ്ങുന്ന ശരശയ്യയിലാണ് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത്. ഒന്ന്, അദ്ദേഹത്തിനെതിരെ തന്നെയുള്ള അഴിമതി ആരോപണങ്ങൾ ഒരു വശത്ത്, അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ചില ജുഡീഷ്യൽ റിഫോംസ്, ഈ ജുഡീഷ്യൽ നീതിന്യായ സംവിധാനത്തിലെ അദ്ദേഹം ഭരണകൂടം കൊണ്ടുവന്ന റിഫോംസിനെതിരെ അതിശക്തമായ വികാരം ഇസ്രായേലിനുള്ളിലുണ്ട്. അതുകൊണ്ട് നെസറ്റിന്റെ സമ്മേളനത്തിൽ, ഇസ്രായേലിന്റെ പാർലമെന്റ് ആണല്ലോ നെസറ്റിന്റെ സമ്മേളനത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായി. അത് മാത്രമല്ല, ആ സമ്മേളനത്തിലേക്ക് കടന്നു വരുന്ന നെതന്യാഹുവിന് നേരെ ബന്ദികളുടെ റിലേറ്റീവ്സ് വലിയ തോതിലുള്ള രോക്ഷ പ്രകടനമാണ് നടത്തിയത്. ഗാലറിയിൽ ഇരുന്നു കൊണ്ട് ഉൾപ്പെടെ അവർ വലിയ തോതിലുള്ള അസംതൃപ്തി പ്രകടിപ്പിക്കുന്നു. അതൊരു വശത്ത്. മറുവശത്ത് തീവ്ര റാഡിക്കൽ സയനിസ്റ്റ് ചിന്താഗതിയുള്ള തീവ്ര വലതുപക്ഷ യൂത ലോബികളുണ്ട്. ആ യൂത ലോബികളെ സംബന്ധിച്ചിടത്തോളം ഏത് വിധേനയും ഹമാസിനെ ഒഴിവാക്കാനുള്ള ഒരു പദ്ധതി അല്ലാതെ മറ്റൊരു തീരുമാനവും അംഗീകരിക്കപ്പെടില്ല. അതുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു ചെകുത്താനും ചെങ്കടലിനും ഇടയ്ക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കസേര സംരക്ഷിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇതൊരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ അറബ് രാഷ്ട്രങ്ങൾ കൊണ്ടുവരുന്ന ഒരു പരിഹാരം പൂർണ്ണമായി അംഗീകരിക്കാൻ ഇസ്രയേലിന് ആവുകയുമില്ല. അതുകൊണ്ട് പൂർണ്ണ സൈനിക പിന്മാറ്റം. എന്നാൽ ട്രംപ് പറയുന്ന ഫോർമുല എന്താണ്? ഇപ്പോൾ ട്രംപ് ഭയപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ മാസം ഫെബ്രുവരി മാസം ട്രംപ് മുന്നോട്ട് വെച്ച ഗാസ ഡ്രീം, അതിനുശേഷം അദ്ദേഹം ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ജനറേറ്റഡ് ചിത്രങ്ങൾ പങ്കുവെച്ചു. അതനുസരിച്ച് പർദീസയാകുന്ന ഗാസയുടെ മനോഹരമായ ദൃശ്യ ആവിഷ്കാരം അത് ലോകം കണ്ടു, പലസ്തീനിയൻ ജനതയും കണ്ടു. അതൊന്നും ആർക്കും ഇംപ്രസീവായിട്ട് തോന്നിയില്ല. ഇതൊരു കാൽപ്പനികമായ ഒരു കാര്യം ആയിട്ടല്ലാതെ യാഥാർത്ഥ്യബോധത്തോടുകൂടി അത് തോന്നിയില്ല. പക്ഷേ ട്രംപ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു അനൗപചാരിക നിലപാട്, ഔപചാരികമായി പറഞ്ഞു വെച്ചതിന് പുറമെ എടുത്തിരിക്കുന്ന നിലപാട് ഞാൻ പറഞ്ഞു വെച്ചു എന്ന് മാത്രം. പക്ഷേ ഏത് വിധേനയും അവിടെ യുദ്ധം അവസാനിക്കണം, സമാധാനം ഉണ്ടാകണം, ഡീമിലിറ്ററൈസേഷൻ സാധിക്കണം. അപ്പൊ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആയുധങ്ങൾ ഉണ്ടാവരുത്. തീർച്ചയായും ഇസ്രയേലിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഡീമിലിറ്ററൈസേഷൻ ഓഫ് ഗാസ. അവിടെ റീകൺസ്ട്രക്ഷൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്നാലും അറബ് രാജ്യങ്ങളുടെ പിന്തുണയോടെ നടന്നാലും, ഇനി അതല്ല മറ്റേതെങ്കിലും രീതിയിൽ നടന്നാലും ശരി, ഇസ്രയേലിന്റെ സൈന്യം പൂർണ്ണമായി പിന്മാറണമെങ്കിൽ അവിടെ ഡീമിലിറ്ററൈസേഷൻ നടക്കണം. അതേക്കുറിച്ചൊരു തീരുമാനം അറബ് ലീഗിനും എടുക്കാൻ സാധിച്ചില്ല എന്നതുകൊണ്ട് പൂർണ്ണ അർത്ഥത്തിൽ അറബ് ലീഗിന്റെ സമ്മേളനം വിജയമാണെന്ന് പറയാനാവില്ല. പക്ഷേ വൺ മോർ സ്റ്റെപ്പ് ഇൻ ദ റൈറ്റ് ഡിറക്ഷൻ, ആത്യന്തികമായി ഒരു പാലസ്തീനിയൻ അതോറിറ്റി എന്ന രീതിയിലേക്ക് തന്നെയാണ് അറബ് രാജ്യങ്ങൾ നീങ്ങുന്നത്. അങ്ങനെയെങ്കിൽ ഓസ്ലോ കരാറിന്റെ അടിസ്ഥാനത്തിൽ സ്വതന്ത്ര പരമാധികാര പാലസ്തീനിലേക്കുള്ള മറ്റൊരു ചുവടുവെപ്പ് എന്ന രീതിയിൽ ഈ വിഷയം സജീവമായി നിലനിർത്തുന്നതിൽ അറബ് ലീഗ് വിജയിക്കുകയും ചെയ്തു.